Hello dear friends, welcome to the Umesh JHI JPHN YouTube channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫാർമക്കോളജിയുടെ കുറച്ച് പ്രീവിയസ് കേരള PSC ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റാഫ് നേഴ്സിനും JHIക്കും JPHനും ബേസിക് ഫാർമക്കോളജി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ non-stimulant drug with norepinephrine reuptake inhibiting action and used in treatment of ADHD. ADHD attention deficit hyperactive disorder use ചെയ്യുന്ന non-stimulant drug ഏതാണ്? With norepinephrine reuptake inhibiting action ഉള്ള ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് ആണ് അറ്റോമോക്സിൻ എന്നുള്ള ഡ്രഗ് നോൺ സ്റ്റിമുലന്റ് നോറെപ്പിനെഫ്രിൻ റിയപ്ടേക്ക് ഇൻഹിബിറ്റിംഗ് ആക്ഷൻ ഉള്ള ഡ്രഗ് ആണ് ADHD ഉപയോഗിക്കുന്നത്. അപ്പൊ മീഥിൽ ഫിനിഡേറ്റ് എന്നുള്ള ഡ്രഗും ADHD യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. അതുപോലെ നാർക്കോലെപ്സി എന്നുള്ള അസുഖമുണ്ട്, പെട്ടെന്ന് ഉറക്കം വരിക, ഡേ ടൈം സ്ലീപ്പ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞൊരു അസുഖമാണ് നാർക്കോലെപ്സി. അപ്പൊ ഈ ഒരു നാർക്കോലെപ്സിക്കും മീഥൈൽ ഫിനിഡേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ADHDക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. പക്ഷെ നോൺ സ്റ്റിമുലന്റ് നോറെപ്പിനെഫ്രിൻ റിയപ്ടേക്ക് ആക്ഷൻ ഉള്ള ഡ്രഗ് അറ്റോമോക്സിൻ ആണ്. ഡെക്സോംഫിറ്റാമിൻ ആൾസോ യൂസ്ഡ് ADHD ഉള്ളവർക്ക് തന്നെ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഡെക്സാംഫിറ്റാമിനും. അതുപോലെ പിമോസൈഡ് എന്നുള്ള ഡ്രഗ് ടൂററ്റ്സ് ഡിസോർഡർ നമുക്കറിയാം, റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആൻഡ് അൺവാണ്ടഡ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂറോ ഡിസോർഡർ ആണ് ടൂററ്റ്സ് ഡിസോർഡറിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് പിമോസൈഡ്. അപ്പോ മിഥൈൽ ഫിനിഡേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നാർക്കോലെപ്സിക്കും ADHDക്കും, ഡെക്സാംഫിറ്റാമിൻ ADHD, അറ്റോമോക്സിൻ ADHD, പിമോസൈഡ് ടൂററ്റ്സ് ഡിസോർഡർ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, a drug which inhibits spermatogenesis used as male contraceptive. Options: tamoxifen, norethindrone, levonorgestrel, gosipol. Drug which inhibits spermatogenesis used as male contraceptive ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഗോസിപ്പോൾ എന്നുള്ള ഡ്രഗ് ആണ് മെയിൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രിവെന്റ് pregnancy. So that is contraceptive drugs. Birth control process of sperm formation. Birth control process ആണ് അത് കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് സ്പേം ഫോർമേഷൻ ആണ്. ഈ പ്രോസസ് ഓഫ് സ്പേം ഫോർമേഷൻ തടയുന്നതാണ് ഡ്രഗ് ആണ് ഗോസിപ്പോൾ. ഇപ്പൊ തമോക്സിഫൻ എന്നുള്ള ഡ്രഗ് ബ്രസ്റ്റ് ക്യാൻസറിന് സാധാരണ കൊടുക്കുന്ന ഡ്രഗ് ആണ് തമോക്സിഫൻ. അതുപോലെ നോർത്തിൻഡ്രോൺ, ലെവോനോർജസ്ട്രോൾ ഇതൊക്കെ നമ്മൾ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫീമെയിലിന് ടു പ്രിവെന്റ് പ്രഗ്നൻസി ഫീമെയിലിന് കൊടുക്കുന്ന ഡ്രഗ് ആണ്. പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കുന്ന ഡ്രഗ് ആണ് നോർത്തിൻഡ്രോൺ, അതുപോലെ ലിവോനോർജസ്ട്രോൾ. അപ്പൊ ഇത് രണ്ട് ഫീമെയിൽ ആണ്. ഗോസിപ്പോൾ മെയിൽ ആണ്. താമോക്സിഫൻ ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്ന ഡ്രഗ് ആണെന്ന് ഓർക്കുക. ഈ 3 പോയിന്റ് ആണ് ഇന്നത്തെ പറയാനുള്ളത്. അപ്പോ തേർഡ് ക്വസ്റ്റ്യൻ, a hormone secreted by the anterior lobe of pituitary gland. Options: mineralocorticoids, gonadotropin releasing hormone, growth hormone, thyrotropin releasing hormone. ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് ചോദിക്കുന്നത്. ഇവിടെ ഗ്രോത്ത് ഹോർമോൺ ആണ് ആന്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ. അപ്പൊ പോസ്റ്റീരിയർ ലോബ് ഉണ്ട്, ആന്റീരിയർ ലോബ് ഉണ്ട്. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രധാനമായിട്ടും 2 ഹോർമോണുകളാണ് സെക്രേറ്റ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ 2 ഏതൊക്കെയാണ് ആ 2? വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നീ 2 ഹോർമോണുകളാണ് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രൊലാക്റ്റിൻ, ഗ്രോത്ത് ഹോർമോൺ, അഡിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇത്രയും ഹോർമോണുകളൊക്കെ 6 ഹോർമോണുകൾ ആന്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന പ്രധാന ഹോർമോണുകളാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാന ഹോർമോണുകളാണ് പ്രൊലാക്റ്റിൻ, ഗ്രോത്ത് ഹോർമോൺ. അത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? പോസ്റ്റീരിയർ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ, ആന്റീരിയർ പ്രൊലാക്റ്റിൻ, ഗ്രോത്ത് ഹോർമോൺ, ACTH, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. So fourth question,
Physostigmine is an example of options: adrenergic drug, anticholinergic drug, adrenergic blocking drug, anticholinesterase. Physostigmine is an example of anticholinesterase. Anticholinesterase drug ആണ് physostigmine. അപ്പൊ എന്താണ് ഈ ഒരു ആന്റികോളിനെസ്റ്ററേസ്? ഈ ഒരു ഡ്രഗ് കൊടുക്കുന്നത് ടു പ്രിവെന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് അസെറ്റിൽ കോളൈൻ. അസെറ്റിൽ കോളൈൻ ഡിസ്ട്രക്ഷൻ തടയുന്ന ഡ്രഗ് ആണ് ആന്റികോളിനെസ്റ്ററേസ്. അപ്പൊ സാധാരണ യൂസ് ചെയ്യുന്നത് ഏതാണ്? അൽഷൈമേഴ്സ് ഡിസീസിലാണ്. അൽഷൈമേഴ്സ് ഡിസീസിൽ ഈ ഒരു അസെറ്റിൽ കോളൈന്റെ ഡിസ്ട്രക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു നെർവ് കണക്ഷൻ, നമ്മുടെ ബോഡി ആയിട്ട് നെർവ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റക്കായി പോകുന്നതും ഓർമ്മകൾ കുറയുന്നതും ഒക്കെ. അപ്പം ഏത് ഡ്രഗ് ആണ് അൽഷിമേഴ്സ് ഡിസീസിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ് ഈസ് ഡൊണപ്പെസിൽ. DONEPEZIL. ഡൊണപ്പെസിൽ എന്നുള്ള ഡ്രഗ് സാധാരണ അൽഷിമേഴ്സ് ഡിസീസിന് കൊടുക്കാറുണ്ട്. ഏതാണ്? DONEPEZIL. ഇവിടെ ആന്റികോളിനർജിക് ഡ്രഗ് ബ്ലോക്ക് അസെറ്റിൽ കോളൈൻ. അസെറ്റിൽ കോളൈനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ആണ് ആന്റികോളിനർജിക് ഡ്രഗ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഫൈസോസ്റ്റിഗ്മിൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ആന്റികോളിനെസ്റ്ററേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. ആന്റി-മലേറിയൽ ഡ്രഗ് യൂസ്ഡ് ഇൻ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്: മെപ്പാക്രിൻ, ക്ലോറോക്വിൻ, ആർട്ടിമിസിൻ, പെമെക്വിൻ. സോ ആന്റി-മലേറിയൽ ഡ്രഗ് യൂസ്ഡ് ഇൻ റുമാറ്റോയിഡ് ആർത്രൈറ്റിസിന് കൊടുക്കുന്ന ആന്റി-മലേറിയൽ ഡ്രഗ് ആണ് ക്ലോറോക്വിൻ. നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള ഡ്രഗ് ആണ് ക്ലോറോക്വിൻ. ഈ ക്ലോറോക്വിൻ ടാബ്ലറ്റ് നമ്മൾ കോവിഡിന് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിവെൻഷൻ ആയിട്ട് നമ്മൾ ഗവൺമെന്റ് സ്റ്റാഫിനൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ ഈ ക്ലോറോക്വിൻ 500 mg ടാബ്ലറ്റിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മലേറിയ ഉള്ളവർക്ക് സാധാരണ കൊടുക്കുന്ന ഡ്രഗ് ആണിത്. സോ സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് റെഫേർഡ് ടു ആസ് ഗുഡ് കൊളസ്ട്രോൾ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ട്രൈഗ്ലിസറൈഡ്സ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്, കൈലോമൈക്രോൺസ്. ഇവിടെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആണ്. HDL ആണ് ഗുഡ് കൊളസ്ട്രോൾ, LDL ആണ് ബാഡ് കൊളസ്ട്രോൾ. അത്ര ഓർക്കുക. HDL നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. അത് കൂടുതലും സസ്യ ആഹാരം അതുപോലെ മത്സ്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. LDL കൂടുതലും ഫാറ്റ് അടങ്ങിയ കണ്ടന്റ്സ് ഉള്ള ഫുഡിൽ നിന്നാണ് ലഭിക്കുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് നോർമൽ വാല്യൂ ചിലപ്പോൾ ചോദിക്കാം, ലെസ് ദാൻ 150 mg/dL ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. All of the following general anesthetics are administered intravenously except ketamine, propofol, halothane, thiopentone sodium. ഇവിടെ 3 ഡ്രഗ് ഇൻട്രാവനസ്ലി ആണ്. ഏതൊക്കെയാണ്? കീറ്റാമിൻ, പ്രൊപ്പഫോൾ, തയോപെന്റോൺ സോഡിയം. ഇത്രയും ഡ്രഗ് IV ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ IV അല്ലാതെ കൊടുക്കുന്നത് പ്രൊപ്പഫോൾ ആണ്. ഇതൊരു വാതകമാണ്, ഗ്യാസ് രൂപത്തിലാണ്. വിത്ത് ഓക്സിജന്റെ കൂടെ ഇത് കൊടുക്കാറുണ്ട്. അതുപോലെ മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രസ് ഓക്സൈഡ് ആയിട്ടും പ്രൊപ്പഫോൾ കൊടുക്കാറുണ്ട്. മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രസ് ഓക്സൈഡ് രണ്ടിന്റെയും രൂപത്തിലും പ്രൊപ്പഫോൾ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. Valproic acid is used as an options: analgesics, anti-epileptic, anti-inflammatory, diuretic. ഇവിടെ വാൾപ്രോയിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ആന്റി എപ്പിലെപ്റ്റിക് ആയിട്ടാണ്. വാൾപ്രോയിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് സോഡിയം വാൾപ്രൈറ്റ്. ഇത് മറ്റ് പല പേരുകളിലും ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നുണ്ട്. ഡെപ്പാക്കോൺ എന്നൊക്കെയുള്ള ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നത് DEPAKENE എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു വാൾപ്രോയിക് ആസിഡ്. ഇത് ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡറിന് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ്. ആന്റി എപ്പിലെപ്റ്റിക് ആണ്. അതുപോലെ BPADക്ക് കൊടുക്കാറുണ്ട് വാൾപ്രോയിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം വാൾപ്രൈറ്റ്. മൈഗ്രെയിനും കൊടുക്കാറുണ്ട്. ഇത്രയും അസുഖങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഡ്രഗ് ആണ് വാൾപ്രോയിക് ആസിഡ് അല്ലെങ്കിൽ ഏത് സോഡിയം വാൾപ്രൈറ്റ്. ഏതൊക്കെയാണ്? 1 എപ്പിലെപ്സി, 2 BPAD, 3 മൈഗ്രെയിൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. An adverse effect of clozapine adverse effect: agranulocytosis, nephrotoxicity, hepatotoxicity, respiratory depression. ഇവിടെ
ക്ലോസാപ്പിൻ എന്നുള്ളത് ആന്റിസൈക്കോട്ടിക്സ് ആണ്. ഇതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് 1-2% ആളുകൾ ഈ ക്ലോസാപ്പിൻ കഴിക്കുന്നവരിൽ അഗ്രാനുലോസൈറ്റോസിസ് കാണാറുണ്ട്. അതുപോലെ അത് മീൻസ് ഡിക്രീസ്ഡ് ഗ്രാനുലോസൈറ്റ്സ് ഇൻ അവർ ബ്ലഡ്. നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഒരു ടൈപ്പാണ് ഗ്രാനുലോസൈറ്റ്സ്. അതിന്റെ അളവ് വല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ അഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാകുന്നത്. ക്ലോസാപ്പിൻ എന്നുള്ളത് ആന്റിസൈക്കോട്ടിക്സ് ആണ്. അപ്പൊ ഈ ഒരു അഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിൽ ചിലപ്പോൾ പേഷ്യൻസിന് ടാർഡീവ് ഡിസ്കൈനസിയ എന്നുള്ളൊരു അഡ്വേഴ്സ് ഇഫക്റ്റോടെ ഉണ്ടാകാറുണ്ട്. ഏതാണ് ടാർഡീവ് ഡിസ്കൈനസിയ? അതായത് അബ്നോർമൽ ഇൻവോളണ്ടറി മൂവ്മെന്റ് ഓഫ് ദ മസിൽസ്, ദാറ്റ് ഈസ് ടാർഡീവ് ഡിസ്കൈനസിയ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10th ക്വസ്റ്റ്യൻ ആണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻസ് ഓക്സിറ്റോസിൻ, ഇൻസുലിൻ, വാസോപ്രസിൻ, ആൽഡോസ്റ്ററോൾ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് വാസോപ്രസിൻ, ആന്റി ഡയബറ്റിക് ഹോർമോൺ ആയ വാസോപ്രസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ 10 കേരള PSCയുടെ പ്രീവിയസ് ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഫാർമക്കോളജി പോർഷൻസ് നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. നിങ്ങൾ ആ ചാനൽ കാണുക. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.